പക്ഷേ എന്തുകൊണ്ടാണ് വലിയൊരു ചാലഞ്ചില്ല 34 കോടി എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരൻ ഇപ്പോൾ ഉമ്മയുടെ കരച്ചിലൊക്കെ കാണുമ്പോൾ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു എമൗണ്ടാണ്. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ഏറ്റെടുത്ത് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്? പ്രധാന കാരണം ഞാൻ കുവൈറ്റിൽ ഒരു 20 വർഷം മുമ്പ് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുമ്പോൾ എൻ്റെ പാർട്ട്ണർ എന്നെ പറ്റിക്കുകയും അതിൻ്റെ പേരിൽ ഞങ്ങൾ തർക്കമുണ്ടാവുകയും എനിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കള്ളപ്പരാതി കൊടുക്കുകയും കുവൈറ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു ദിവസം ഞാൻ കുറ്റം ചെയ്യാതെ കുത്തിയിരുന്നു. സത്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാൻ ഒരാളെ കൊന്നിട്ടാണെങ്കിൽ 10 വർഷം ഇരുന്നാലും എനിക്ക് ഒന്നും തോന്നില്ല. പക്ഷേ അവിടെയാണ് ആ വാചകം ഓർക്കുന്നത്, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത്. വളരെ അത്രയും വേദന വേറെ ഒന്നിനും ഉണ്ടാവും. അപ്പോൾ ഞാനത് പെട്ടെന്ന് എൻ്റെ ഒരു ഇതുപോലെ ഏറ്റെടുത്തു. പെട്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു, ഞാൻ ഇരുന്നാണല്ലോ. അപ്പോൾ 18 വർഷം കുറ്റം ചെയ്യാത്തൊരു വ്യക്തിയുടെ അവസ്ഥ, 18 വർഷം എന്നൊക്കെ പറഞ്ഞാൽ അയാൾ 500 വർഷം ശിക്ഷ അനുഭവിച്ചതിൻ്റെ ഫലമാണ്. തെറ്റ് ചെയ്യാത്തവനായതുകൊണ്ട് ഇനി തൂക്കിക്കൊല്ലാനും പോവുക, ഒരിക്കലും വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. അബ്ദുറഹീമിനെ ഇവിടെ കൊടുത്തിരിക്കാൻ തീരുമാനിച്ചു. അത് മലയാളി കൂട്ട് നിൽക്കുന്നു നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് അത് അങ്ങോട്ട് ഏറ്റെടുത്തു, സപ്പോർട്ട് ചെയ്തു, സന്തോഷത്തിലാണ്. വളരെ രണ്ടാമത്തെ ഒറ്റ ചോദ്യം, എൻ്റെ പേജിൽ ഏകദേശം 1,40,000 ഫോളോവേഴ്സ് ഉണ്ട്. അതിൽ 91% ഒരു 25 ലക്ഷം ആക്കാം. അതിൽ 91% സ്റ്റുഡൻസ് ആണ്. 14 വയസ്സ് മുതൽ 31 വയസ്സ് വരെ യങ്സ്റ്റേഴ്സ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു മെസ്സേജ്, അവർക്ക് കൊടുക്കാവുന്ന മെസ്സേജ്, ഇപ്പം തന്നെ ഇവിടെ ഒരു പെൺകുട്ടി വന്നു, ഐഷ, 5 വയസ്സാണ്, കുടുക്ക പൊട്ടിച്ച് കാശെടുത്തത്. ഞാൻ ഷോക്കടിച്ചു പോയി. അതേപോലെ ഈ കുട്ടിയൊക്കെ മാതൃകയാണ്. ഇപ്പോഴത്തെ തലമുറ മാതൃകയാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് കളങ്കമില്ല, ദുഷ്പില്ല, കുരുട്ടുബുദ്ധിയില്ല. അതുകൊണ്ട് ഈ വളർന്നു വരുന്ന തലമുറ അടിപൊളിയാണ്. ന്യൂ ജെൻ. പഴയക്കാരും മോശക്കാരെന്നല്ല പറഞ്ഞിട്ട്, ഇവർക്ക് കുറച്ചും കൂടെ ഇങ്ങനത്തെ ദുഷ്പഠിക്കാനും അവരുടെ കാര്യം നോക്കാനൊന്നും നേരില്ല. അവർ മൊബൈലും അവരുടെ പഠിപ്പും കാര്യങ്ങളും കരിയറായിട്ട് പോകുന്നൊരു കൾച്ചറാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഇതിലൊക്കെ അവർ ഭാഗമായിട്ടുണ്ട്. ഒരുപാട് പേര് ഈ യാത്രയിലൊക്കെ എന്തോരം ബോച്ചെ ഫാൻസും അല്ലാത്തവരൊക്കെ വന്നിട്ട് മാതൃകയായി, വയസ്സായവരും ചെറുപ്പക്കാരൊക്കെ. ഇതുപോലെ വേറൊരു സ്ത്രീ എന്നെ കരയിച്ച് കളഞ്ഞു. ഇന്നലെ എറണാകുളത്ത് വെച്ചിട്ട് മോച്ചറേന്ന് വന്നിരിക്കുക ഒരു പെണ്ണ്, കഴുത്തിലെ താലിയും കുരിശൂരി തന്നു. വേണ്ടാന്ന് പറഞ്ഞിട്ട് നിർബന്ധം. അതിന് ആൾക്ക് ഉമ്മയുടെ ഓർമ്മ വരും. ഉമ്മയുടെ കരച്ചിൽ വന്നിട്ട് ആൾക്ക് ഉറങ്ങാൻ പറ്റും. അതും ഒരാളുടെ കൊടുത്തേക്കാന്ന് പറഞ്ഞു. ഞാൻ വേണ്ട, നിങ്ങൾ വാ, മീഡിയയുടെ മുമ്പിൽ വന്ന് വിളിച്ചു വരുത്തിയിട്ട്, പരസ്യം ആവശ്യമില്ല അവർക്ക്, ഒന്നിച്ചു കൊടുത്തു. അതൊക്കെയാണ് അങ്ങനെ. പിന്നെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, അംഗവൈകല്യമുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർ, ആലപ്പുഴ, ഒരു ദിവസത്തെ ഓട്ടോ ചലഞ്ച് വെച്ചിട്ട് പൈസ പിരിച്ചിട്ട് ഞങ്ങൾക്ക് അയച്ചു. ഒക്കെ ഭയങ്കര മനസ്സല്ലേ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ളത്, കോൺകർ ദ വേൾഡ് വിത്ത് ലവ് എന്നുള്ളതാണ്. ലവ് യു എവരിബഡി. ഒരേ ഒരു പേര്, ഒരൊറ്റ പേര്, ബോച്ചെ.